പ്രവാചകന്റെ പരിചാരകനായ അനസ് റളിയല്ലാഹുവിന്റെ ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ അനസിനെ പ്രവാചകൻ ഒരിക്കലും അനസെ എന്നല്ല വിളിക്കുക. അപ്പൊ അനസ് റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, നബിയുടെ ഏറ്റവും നല്ല സ്വഭാവവും പെരുമാറ്റവുമാണ് പ്രവാചകനുള്ളത്. അഹ്സൻ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നത് പ്രവാചകനാണ് സ്വഭാവ പെരുമാറ്റം കൊണ്ട്. ഒരിക്കൽ പോലും പ്രവാചകൻ 10 കൊല്ലം പ്രവാചകന്റെ കീഴിൽ പരിചാരകനായി ജോലി ചെയ്തിട്ടുണ്ട് അനസ് റളിയല്ലാഹു. 10 കൊല്ലം. കാരണം മദീനയിൽ പ്രവാചകൻ എത്തിയിട്ട് 10 കൊല്ലമാണ് മദീനയിൽ ജീവിക്കുന്നത്. 10ാമത്തെ കൊല്ലം പ്രവാചകൻ മരണപ്പെട്ടു. ഈ 10 വർഷവും പ്രവാചകന്റെ പരിചാരകനായിരുന്നു അനസ് റളിയല്ലാഹു. അപ്പൊ ആ ഘട്ടത്തില് അനസ് പറയുന്നുണ്ട്, 10 കൊല്ലം പ്രവാചകന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും പ്രവാചകൻ ഛേ എന്നൊരു വാക്കിനോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ പറയേണ്ട അനവധി സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നേക്കാം. എന്നിട്ട് പോലും ഒരിക്കൽ പോലും പ്രവാചകൻ ഉഫിൻ ഛേ എന്ന് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് അത് മോശമായി പോയൊരു കാര്യത്തെക്കുറിച്ച് എന്തിനാണ് അനസേ നീ ഇത് ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഈ എന്തിനത് ചെയ്തു, അനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? അങ്ങനെയൊന്നും പ്രവാചകൻ ഈ 10 കൊല്ലത്തിനിടക്ക് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. അവിടെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രകൃതവും സ്വഭാവവും പ്രവാചകന്റേതാണ് എന്ന് അനസ് റളിയല്ലാഹു എപ്പോഴും പറയുന്നു. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അനസ് റളിയല്ലാഹുവിനെ പ്രവാചകൻ അഭിസംബോധന ചെയ്യാറുള്ളത്, വിളിക്കാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യാ ഉനൈസ് എന്നാണ്. ഉനൈസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അനസ് മോനെ എന്നാണ്. നമ്മുടെ മലയാളത്തിൽ മോനെ എന്നൊരു വാക്ക് ചേർക്കാതെ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ അറബ് ഭാഷയിൽ അനസ് എന്നതിന്റെ വാക്കിനെ ഒന്ന് രൂപമാറ്റം വരുത്തുക എന്നാണ്, എന്ന് പറയുന്നത്. രൂപം അനസിനെ ഉനൈസാക്കി മാറ്റാം. നമ്മുടെ മലയാളത്തിൽ അനസ് എന്നതും ഉനൈസ് എന്നതും 2 പേരാണ്. പക്ഷെ അറബ് ഭാഷയിൽ അനസിനെ അനസാക്കി തന്നെ നിലനിർത്തിയിട്ട് അതിൽ സ്നേഹത്തിന്റെ ഒഴുക്ക്, സ്നേഹം അതിൽ സ്നേഹവും ഇഷ്ടവും കൂടി ചേർത്ത് അത് ഉനൈസായി മാറും. അപ്പൊ റസൂൽ എപ്പോഴും വിളിക്കുക യാ ഉനൈസ് എന്നതാണ്. ഇത് നമുക്ക് വളരെ നിസ്സാരമായി തോന്നാം. പക്ഷെ ഈ ഉനൈസ് എന്ന് പറയുന്ന വിളിയെക്കുറിച്ച് എപ്പോഴും പ്രവാചകൻ അങ്ങനെ വിളിക്കുക. ഒരിക്കൽ റസൂൽ പറയുന്നുണ്ട് അനസിനോട്, റസൂലുള്ളാഹി പറയുന്നത് എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉദാഹരണം. ഒരിക്കൽ ഞാൻ നബിയുടെ വീട്ടിലിരിക്കുകയാണ്. നബി എന്നോട് പറഞ്ഞു, അനസ് മോനെ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു അങ്ങാടിയിൽ പോയിട്ട് ഒരു കാര്യം വാങ്ങി വാ, എന്തോ ഒരു കാര്യം വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് കേട്ട പാട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? നബിയുടെ പരിചാരകൻ. ആരോടെ പറയുന്നത്? പ്രവാചകനോട്. എനിക്ക് പറ്റൂല, എനിക്ക് വേറെ പരിപാടി ഉണ്ട്, എനിക്ക് കഴിയില്ലട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു ഓക്കെ, പ്രശ്നമല്ല, കഴിയില്ലെങ്കിലും വേണ്ട. സന്തോഷത്തോടു കൂടിയാണ്, ദേഷ്യം വെറുപ്പൊന്നുമില്ല പ്രവാചകൻ. അങ്ങനെ അനസ് റളിയല്ലാഹു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വഫി നഫ്സി, എന്റെ മനസ്സിലുണ്ടായി, ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും നബിയോട് ഞാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് ചെയ്തു കൊടുക്കണം എന്നാണ്. അപ്പൊ ഞാനിത് ചെയ്തു കൊടുക്കും, എന്നാലും പറ്റൂല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നബി വകവെച്ചു കൊടുത്തിരുന്നു. അതാണ് എന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു പറ്റൂല എന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഇടപെട്ട് കളയാണ്. പക്ഷെ അനസും പറയുന്നത് അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അറിയാം നബിക്കൊരു സർപ്രൈസ് കൊടുക്കണം, ഇതറിയാതെ കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നബി അറിയാതെ മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചേരം അവിടെ നിന്നു. എന്നിട്ട് നബി അറിയാതെ പതുക്കെ മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈതാനിയുണ്ട്. കുട്ടികൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈതാനി. ഈ മൈതാനിയിലെത്തിയപ്പോൾ ഞാൻ ആ മൈതാനിയിൽ കുട്ടികളുടെ കളി ഇങ്ങനെ ശ്രദ്ധിച്ച് ഇത്തിരി നേരം നിന്നുപോയി. അത് കഴിഞ്ഞിട്ട് വേണം മാർക്കറ്റിലെത്താൻ. അപ്പൊ ആ കളി ശ്രദ്ധിച്ച് ഇത്തിരി നേരം നിന്നപ്പം പിന്നിലൂടെ ഒരാൾ വന്നു. എന്നിട്ട് ആ പിന്നിലൂടെ ഒരാൾ വന്നിട്ട് എന്റെ കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചു. അപ്പൊ കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചപ്പോൾ ഒരാൾ വന്ന് കളിയായി തമാശയായി വന്നിട്ട് ബാക്കിൽ ഒന്ന് പൊത്തിപ്പിടിച്ചിക്കണേ. അപ്പൊ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഭാരതത്തിൽ പരിചിതമാണല്ലോ ഈ കരങ്ങള്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം പ്രവാചകൻ പുഞ്ചിരിയോടുകൂടി പ്രവാചകൻ. അപ്പൊ പ്രവാചകൻ എന്നോട് ചോദിച്ചു, അനസ് മോനെ ഞാൻ പറഞ്ഞിടത്തേക്ക് ഈ പോവുകയിരിക്കൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു റസൂലേ ഞാൻ അങ്ങോട്ട് പോവാണ്. ഒരു പരിചാരകനോട് പോലും നബി എന്തൊരു രസമാണ്, എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ ഇടപഴകുന്നത്. അവരോട് കളി ചിരി, അവരുടെ പിന്നിലൂടെ പോകുന്ന അവരെ കണ്ണൊക്കെ പൊത്തിപ്പിടിക്കുക, അങ്ങനെയുള്ള ഒരു കളിക്കൂട്ടുകാരനായിട്ടാണ് പ്രവാചകൻ ചെറുപ്രായക്കാരനായ അനസ് റളിയല്ലാഹുവിനോട് പോലും പെരുമാറുന്നത്. ഇദ്ദേഹം പിന്നെ പറയുന്നത് അനസ് റളിയല്ലാഹു പിന്നീട് ഒരു 100 വർഷക്കാലം ജീവിച്ചു. ഒരുപാട് പ്രായം അദ്ദേഹം ജീവിച്ചു. അങ്ങനെ ജീവിച്ച് ഒരുപാട് പ്രായമായി വയോവൃദ്ധനായി തീർന്നു. പ്രവാചകനൊക്കെ മരണപ്പെട്ട് വർഷങ്ങൾ അനവധി അദ്ദേഹം ലോകത്ത് കഴിച്ചുകൂട്ടി ജീവിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അന്ന് അദ്ദേഹം 100 വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു വയോവൃദ്ധനായി മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ഈ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ കരയുമ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയുന്നത് സന്തോഷം കൊണ്ട് കരയാണ്. ഞാൻ എൻ്റെ പ്രവാചകനെ കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ, മരണശേഷം മറ്റൊരു ലോകത്ത് വെച്ച് ഞാൻ എൻ്റെ പ്രവാചകനെ കണ്ടുമുട്ടും. അന്ത്യനാളിൽ മഹ്ശറിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ
പ്രവാചകൻ എൻ്റെ പിന്നിലൂടെ വന്നിട്ട് എന്നെ അനസ് മോനെ എന്ന് വിളിക്കുന്ന ആ വിളി, യാ ഉനൈസ് എന്നാണ് ആ വിളി. അത് കേൾക്കണം എനിക്ക്. അത് കേട്ടിട്ട് കാലമത്രയായി, എത്രയെത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് മരണപ്പെട്ടു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ. ആ വിളി ഇന്നും എൻ്റെ കാതിലുണ്ട്. ഇനി അന്ത്യനാളിൽ പ്രവാചകനെ ഞാൻ കാണുമ്പം എന്നെ കണ്ട മാത്രമേ, ജനങ്ങൾക്കിടയിൽ ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ നബിയുടെ പരിചാരകനാണല്ലോ, എന്നെ കണ്ട മാത്രമേ പ്രവാചകൻ അനസ് മോനെ എന്നുള്ള ആ വിളി കേൾക്കാൻ എനിക്ക് കൊതിയാവാണ് എന്ന് പിന്നീട് അനവധി കാലം ജീവിച്ച് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അനസ് റളിയല്ലാഹു പറഞ്ഞിട്ട് അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എന്താ പറയുക അസാധാരണമായ സ്വാധീനമാണ്. ഒരു വിളി പോലും, നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു വിളി പോലും ഒരു പരിചാരകന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന മായാത്ത ഓർമ്മയായിട്ട് അത് മാറുന്നു എന്നുള്ളത്. പറയുമ്പോഴേ എനിക്ക് ഉനൈസ് എന്ന് പറയുന്ന പേരിനോട് വല്ലാതെ സ്നേഹം തോന്നുന്നു. ഉനൈസുകാരെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉനൈസുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഉനൈസ് എന്ന് പറഞ്ഞ അനസ് മോനെ എന്നുള്ള ആ വിളി, എനിക്ക് തോന്നുന്നു ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ചെറുതിലാണ് വലുതിരിക്കുന്നത്. ഇത് നമ്മൾ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ഇമ്പാക്റ്റ്, വലിയ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മത കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ചെറുത് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് വലുത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു പാഠം. തൽക്കാലം കുറച്ച് നേരത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണുന്നത് വരെ എൻ്റെ കൂടെയുള്ള ജാഫർ എളമ്പലാക്കോടാണ്. മദീനയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അറിയാത്തവരോടാണ് പറയുന്നത്. അറിയില്ലെങ്കിൽ ജാഫർ എളമ്പലാക്കോടിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഉണ്ടാവും. കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം നിങ്ങളെ ഇങ്ങനെ മക്കയിലെയും മദീനയിലെയും ഒരുപാട് ചരിത്രത്തിൻ്റെ അകത്തുള്ള ഇമോഷൻസും ആത്മാവിനെയൊക്കെ പുറത്തു കൊണ്ടുതരും. ഭയങ്കര ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ജാഫർ സാഹിബ്. താങ്ക് യു.